സോ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസസിൽ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഹബ്ബാണ്. ഒന്നാമതായിട്ട് നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസസിൽ റിപ്പീറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോ ട്യൂട്ടോറിയലിൽ. അപ്പോൾ നമ്പർ 2 ഹബ്ബ് എന്താണ്? ഹബ്ബ് ഈസ് ബേസിക്കലി എ മൾട്ടി പോർട്ട് റിപ്പീറ്റർ. നമുക്കറിയാം റിപ്പീറ്റർ 2 പോർട്ട് ഡിവൈസാണ്, ഒന്ന് ഇൻപുട്ട് ഒന്ന് ഔട്ട്പുട്ട്. നേരെ മറിച്ച് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പോർട്ടുകളുണ്ട്. പോർട്ടുകൾ എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം ഔട്ട്പുട്ടുകൾ ഒരുപാട് ഉണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ടുകൾ ഒരുപാടുണ്ട്. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി മൾട്ടി പോർട്ട് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് പോർട്ട് ഫോർ ഇൻപുട്ട്, ഡിഫറെൻറ്റ് പോർട്ട് ഫോർ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഡിവൈസിനെയാണ് മൾട്ടി പോർട്ട് എന്ന് പറയുന്നത്. റിപ്പീറ്ററിൻ്റെ കേസ് എന്താണെന്ന്, ഹബ്ബിൻ്റെ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹബ്ബ് ഈസ് ബേസിക്കലി എ മൾട്ടി പോർട്ട് റിപ്പീറ്റർ. എന്താ ചെയ്യുന്നത്? എവിടാണ് ഇത് കാണുന്നത്? ബേസിക്കലി ഹബ്ബ് നമ്മൾ കാണുന്നത് സ്റ്റാർ ടോപ്പോളജി ഉപയോഗിച്ച് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം അതൊരു സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ് ആയിട്ട് സ്റ്റാർ ടോപ്പോളജിയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എ ഹബ് കണക്ട്സ് മൾട്ടിപ്പിൾ വയേഴ്സ് കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. ഒരു സ്റ്റാർ ടോപ്പോളജി എന്താണെന്ന് ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർ ടോപ്പോളജിയിൽ ഇപ്പോൾ ABCDE 5 കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് നടത്തണം. എല്ലാ കമ്പ്യൂട്ടറിൽ നിന്നും കേബിളുകൾ ഉത്ഭവിക്കും. ഓക്കെ, ഈ കേബിൾ എല്ലാം കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ് ആണ് ഹബ്ബ്. ഹബ്ബിലേക്കാണ് എയിൽ നിന്നുള്ള കണക്ഷൻ, ബിയിൽ നിന്നുള്ള കണക്ഷൻ, CDE. എയ്ക്ക് ഇയിലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ എയിൽ നിന്നുള്ള ഡാറ്റ ഹബ്ബിലെത്തണം, ഹബ്ബാണ് ഇയിലേക്ക് വിടുന്നത്. ഇനി നേരെ മറിച്ച് സിയിൽ നിന്ന് എയിലേക്ക് ഡാറ്റ വിടണം, സിയിൽ നിന്ന് വരുന്ന ഡാറ്റ ഹബ്ബിലെത്തിയിട്ട് ഹബ്ബ് വഴിയാണ് എയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അതാണ് മൾട്ടി പോർട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ 5 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക, അതിൻ്റെ കേബിൾസ് വന്ന് അതിൻ്റെ പോർട്ടുകളിൽ കണക്ട് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് കാണുന്നത്. So it connects multiple wires coming from different branches. For example, connector in star topology which connects different stations together is a hub. അപ്പോൾ ഒരു സ്റ്റാർ ടോപ്പോളജിയിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി ഹബ്ബിൻ്റെ പ്രത്യേകത എന്താ? ഹബ്ബ് കനോട്ട് ഫിൽറ്റർ ഡാറ്റ. ഡാറ്റയെ ഒന്നും ഫിൽറ്റർ ചെയ്ത് വേർതിരിച്ച് മാറ്റാനുള്ള കഴിവൊന്നുമില്ല. ഈ വരുന്ന പാക്കറ്റ് എനിക്കുള്ളതാണോ അല്ലയോ എന്നൊന്നും നോക്കുന്നില്ല. ഇതിനാകെ ചെയ്യാൻ നോക്കുന്നത് ഡാറ്റ ഇങ്ങോട്ട് വരുന്നു. സോ ദ ഡാറ്റ പാക്കറ്റ്സ് ആർ സെൻഡ് ടു ഓൾ കണക്റ്റഡ് ഡിവൈസസ്. ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന് ഒരു ഡാറ്റ പാക്കറ്റ് വന്നാൽ ഈ ഹബ്ബിൻ്റെ ജോലി സെൻട്രലി ഡിസ്ട്രിബ്യൂട്ട് എല്ലാ മറ്റ് ആൾക്കാരിലേക്കും ഇത് അയച്ചു കൊടുക്കുക. അല്ലാതെ ഒരു പാക്കറ്റ് വന്നു, ആർക്ക് വേണ്ടിയുള്ളതാണ്, എയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പാക്കറ്റ് ഇക്ക് വേണ്ടിയാണ്, ഞാൻ അതുകൊണ്ട് ഇയിലേക്ക് മാത്രം ഇത് വിടും, അങ്ങനെയല്ല. എയിൽ നിന്ന് വരുന്ന ഡാറ്റ പാക്കറ്റിൻ്റെ കോപ്പി BCDE എന്നുള്ള മറ്റ് 4 കമ്പ്യൂട്ടറിലേക്കും ഇത് എന്ത് ചെയ്യും? ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വിടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് കനോട്ട് ഫിൽറ്റർ ഡാറ്റ എന്ന് പറയുന്നത്. ദ ഡാറ്റ പാക്കറ്റ്സ് ആർ സെൻഡ് ടു എവ്രി അതർ കമ്പ്യൂട്ടർ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദി ഹബ്ബ്. അപ്പോൾ ദേ ഡു നോട്ട് ഹാവ് എനി ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയത്തില്ല. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് വരുന്ന പാക്കറ്റ് ഇയിലേക്കാണെങ്കിൽ എന്തിന് ഞാൻ BCDക്ക് അയക്കുന്നു, ഇയിലേക്ക് മാത്രം അയച്ചാൽ പോരെ? അങ്ങനെയുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിവൈസ് അല്ല ഹബ്ബ് എന്ന് പറയുന്നത്. എന്തിനുള്ള ഇൻ്റലിജൻസ്? ടു ഫൈൻഡ് ദ ബെസ്റ്റ് റൂട്ട് ഫോർ ദ ഡാറ്റ പാക്കറ്റ് ടു ബി സെൻഡ് സോ ദാറ്റ് ഇറ്റ് റീച്ചസ് ദ ഡെസ്റ്റിനേഷൻ. എന്നിട്ട് മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് അയക്കുന്നത് വേസ്റ്റേജ് ഓഫ് ടൈം ആണെന്നൊന്നും നോക്കിക്കാണാനായിട്ട് ഹബ്ബിന് സാധിക്കുകയില്ല. ഓക്കെ, ഇനി 2 തരത്തിലുള്ള ഹബ്ബുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ആക്റ്റീവ് ഹബ്ബ്, 2 പാസീവ് ഹബ്ബ്. എന്താണ് ആക്റ്റീവ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ? These are hubs which have their own power supply and can clean, boost and relay the signal along with the network. ആക്റ്റീവ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ നല്ല ഉണർവോടുകൂടി ആക്ട് ചെയ്യുന്ന ഹബ്ബ് എന്നുള്ള ഡിവൈസാണ്. അതായത് വരുന്ന ഡാറ്റ സിഗ്നൽസിനെ പിന്നെ എന്താ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അതിൻ്റേതായ രീതിയിലൊന്നും ബൂസ്റ്റ് ചെയ്യും. ഒന്നും ഇൻ്റലിജൻ്റ് ആയിട്ട് ഇതിനകത്ത് കണ്ടൻ്റ് ഒന്നും നോക്കുന്നില്ല, ആർക്കുള്ളയാണെന്നും നോക്കുന്നില്ല. വരുന്ന സിഗ്നലിനെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒന്ന് റീജനറേറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്ക് റിലേ ചെയ്യാൻ കഴിവുള്ള ഒരു ഡിവൈസാണ് ഹബ്ബ്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഹബ്ബിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, ഈ ഒരു ബൂസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി.
ഇറ്റ് സെർവ്സ് ബോത്ത് ആസ് എ റിപ്പീറ്റർ ആസ് വെൽ ആസ് എ വയറിംഗ് സെൻറ്റർ. അപ്പോൾ ഇതൊരു റിപ്പീറ്ററായിട്ടും അതിൻ്റെ ഇൻ്റർണലി ആക്ട് ചെയ്യും. റിപ്പീറ്ററിൻ്റെ ജോലി എന്താ? റീജനറേഷൻ ആണെന്ന് കഴിഞ്ഞ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കണ്ടു. അപ്പോൾ റീജനറേഷനും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഒരു ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്ന ഒരു വയറിംഗ് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യും. ഒരു സെൻറ്റർ ഡിവൈസാണ്. നമ്മൾ ലാബിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ലാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ മൾട്ടി പോർട്ട് ഹബ്ബ് പോലുള്ള സ്വിച്ചും ഇരിപ്പുണ്ട്. ഹബ്ബുകളുള്ള ചെറിയ ലാബുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു ബോക്സ് ആയിട്ട് ഒന്നുകിൽ ഒരു മുറിയുടെ കോർണറിൽ ടോപ്പിലായിട്ട് വെക്കാറുണ്ട്. ദീസ് ആർ യൂസ് ടു എക്സ്റ്റെൻഡ് ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ്സ്. അതുപോലെ തന്നെ കുറച്ച് ദൂരത്തുള്ള കമ്പ്യൂട്ടറിനെയും നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കുറച്ച് ദൂരം ഇരിക്കുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് ഈ ഹബ്ബ് ഇരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ സാധ്യമാണ്. ഇനി പാസീവ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ഹബ്സ് വിച്ച് കളക്ട് വയറിംഗ് ഫ്രം ദ നോഡ്സ് ആൻഡ് പവർ സപ്ലൈ ഫ്രം ആക്റ്റീവ് ഹബ്ബ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഹബ്സ് വിച്ച് കളക്ട് വയറിംഗ് ഫ്രം ദ നോഡ്സ്. നോഡുകളിൽ നിന്ന് വയേഴ്സ് എടുക്കുകയും പവർ സപ്ലൈ എടുക്കുകയും ചെയ്യും. ഓക്കെ, ഇതും അതുപോലെ തന്നെ എടുക്കും. അത് ആക്റ്റീവ് ഹബ്ബിലെ പോലെ തന്നെ. ദീസ് ഹബ്സ് റിലൈ സിഗ്നൽസ് ഓൺ ടു ദ നെറ്റ്വർക്ക് വിത്തൗട്ട് ക്ലീനിങ് ഓർ ബൂസ്റ്റിംഗ് ദം ആൻഡ് കാൺ ബി യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ്. ഒരു നിശ്ചിത ഡിസ്റ്റൻസിലുള്ള സെഗ്മെൻറ്റ്സ് മാത്രമേ ഈ പറയുന്ന പാസീവ് ഹബ്ബിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കൂ. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സിഗ്നലിനെ അതേപോലെ മറ്റൊരാളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാനുള്ള ശേഷി കുറവുള്ള ഒരു തരം ഹബ്ബാണ് പാസീവ് ഹബ്ബ്. നേരെ മറിച്ച് ആക്റ്റീവ് ഹബ്ബിലേക്ക് ഒരു റീജനറേഷൻ, ഒരു റിപ്പീറ്റിംഗ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ക്ലീനിങ് ആൻഡ് ബൂസ്റ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള കുറച്ചുകൂടെ കഴിവ് കുറഞ്ഞ ഒന്നാണ് പാസീവ് ഹബ്ബ്. അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് പാസീവ് ഹബ്ബ്? നമ്മളുടെ ആവശ്യം അനുസരിച്ചാണ്. നമ്മളുടെ ചെറിയ ഒരു റൂമിനകത്തുള്ള ഒരു നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ടോപ്പോളജി ഉപയോഗിച്ച് പാസീവ് ഹബ്ബ് മതിയെങ്കിൽ വെറുതെ കാശ് കൊടുത്ത് ആക്റ്റീവ് ഹബ്ബ് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ആക്റ്റീവ് ഹബ്ബ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ദൂരത്തിലേക്കുള്ള കേബിൾ ലെങ്ത് ഒക്കെ കുറച്ച് ഒരു സൈഡിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഇച്ചിരി ദൂരെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സൈഡിൽ ഇരിക്കുന്നത് ചെറുതാണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് ആക്റ്റീവ് ഹബ്ബിൽ ഉണ്ട്, പാസീവിൽ അതില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയേണ്ടുന്നത് ഹബ്ബും അതൊരു ഫിസിക്കൽ ലെയർ ഡിവൈസ് തന്നെയാണ്. ഫിസിക്കൽ ലെയർ ഡിവൈസാണ് ഹബ്ബ്, അല്ലെങ്കിൽ ലെയർ 1 ഡിവൈസ് എന്ന് പറയും. ഓക്കെ, ഫിസിക്കൽ ലെയർ ഓർ ലെയർ 1 ഡിവൈസാണ് ഹബ്ബും റിപ്പീറ്റർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിവൈസാണ് ബ്രിഡ്ജ്. ഇത് ഡാറ്റ ലിങ്ക് സെക്കൻഡ് ലെയറിൽ ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ലെയറിലാണല്ലോ ഫ്രെയിംസ് നിർമ്മിക്കുന്നത്, എറർ ഡിറ്റക്ഷൻ നടക്കുന്നത്, ഫ്ലോ കൺട്രോൾ നടക്കുന്നത്, ഇതെല്ലാം പഠിച്ചില്ലേ? അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് ബേസിക്കലി ഇൻ്റർമീഡിയറ്റ് ഡിവൈസായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് ലെയർ 2 ഒരു ആക്ടിവിറ്റി വരെ ഈ പറയുന്ന ബ്രിഡ്ജ് ചെയ്യും. ഓക്കെ, സോ ബ്രിഡ്ജ് ഈസ് എ റിപ്പീറ്റർ വിത്ത് ആഡ് ഓൺ ഫങ്ഷണാലിറ്റി ഓഫ് ഫിൽറ്ററിങ് കണ്ടന്റ് ബൈ റീഡിങ് ദ മാക് അഡ്രസ് ഓഫ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബ്രിഡ്ജിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് ആക്ഷനും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വരുന്ന ഡാറ്റ ഫ്രെയിമിനകത്തെ അഡ്രസ്സിനെ പരിശോധിക്കും. അഡ്രസ്സിനെ പരിശോധിച്ചിട്ട് അതിൻ്റെ മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അഡ്രസ്സാണെന്ന് ഞാൻ പഠിപ്പിച്ചത്? ഫിസിക്കൽ അഡ്രസ്സാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കുള്ള പാക്കറ്റാണിത് എന്ന് സ്പെസിഫിക് ആയിട്ട് തന്നെ വേരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വേരിഫൈയിങ് ദ മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഏത്, ഡെസ്റ്റിനേഷൻ ഏത് എന്നുള്ള ഒരു പരിശോധന. ഒരു പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ പാക്കറ്റിനകത്ത് ഡാറ്റ പാർട്ടിന് പുറമെ ഹെഡർ ആൻഡ് ട്രെയിലർ ഉണ്ട്. ഹെഡർ പാർട്ടിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, കൺട്രോൾ ഇൻഫർമേഷൻ. അതിനകത്ത് ഒരു ഘടകമാണ് IP അഡ്രസ്സും മാക് അഡ്രസ്സും, അഥവാ ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് മാക് അഡ്രസ്സാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഏത് കമ്പ്യൂട്ടറിലേക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് വന്ന പാക്കറ്റാണ് എന്ന് വേരിഫൈ ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കും ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ഡിവൈസ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇൻ്റർകണക്റ്റിംഗ് 2 LANs വർക്കിംഗ് ഓൺ ദ സെയിം പ്രോട്ടോക്കോൾ. 2 LANsകൾ, ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ബ്ലോക്കുകൾ ഉണ്ടെന്ന് വെച്ചോ നമ്മളുടെ ഒരു കോമ്പൗണ്ടിനകത്ത്. ആ 2 ബ്ലോക്കുകളിലും സെപ്പറേറ്റ് LANs വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും തീരുമാനിച്ച് ഈ 2 LANകൾ തമ്മിൽ ഒന്ന് യോജിപ്പിക്കണം. ഇപ്പോൾ ഒരു കെട്ടിടത്തിലിരിക്കുന്ന ലാനും ഇപ്പുറത്തെ കെട്ടിടത്തിലിരിക്കുന്ന ലാനും തമ്മിൽ എന്ത് ചെയ്യണം? ഇൻ്റർ കണക്ട് ചെയ്യണം.
അപ്പോൾ രണ്ട് ലാൻസ് തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ്. ഓക്കെ, സെയിം പ്രോട്ടോക്കോളിൽ വർക്ക് ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്ക് ആണെന്ന് വെച്ചു എങ്കിൽ ആ സെയിം പ്രോട്ടോക്കോളിൽ വർക്ക് ചെയ്യുന്ന ലാൻസിനെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ബ്രിഡ്ജ്. ഓർത്തോളം സെയിം പ്രോട്ടോക്കോളും സെയിം റഫറൻസ് മോഡലും സിസ്റ്റം അനുസരിച്ച് ഒബേ ചെയ്യുന്ന ഒരു ഹോമോജീനസ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേൾഡിൽ മീനിങ് എന്താ? രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഒരു നദി ഇടയ്ക്കൂടെ അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ഈ നമ്മൾ കാണുന്ന ബ്രിഡ്ജസൊക്കെ, റോഡിലെ ബ്രിഡ്ജസൊക്കെ അതുപോലെ തന്നെ രണ്ട് സെയിം നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ സിംഗിൾ ഇൻപുട്ട് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് പോർട്ട്, ദാസ് മേക്കിംഗ് എ 2 പോർട്ട് ഡിവൈസ്. ബ്രിഡ്ജും അതുപോലെ തന്നെ 2 പോർട്ട് ഡിവൈസാണ്. ഒരു ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ബ്രിഡ്ജിലേക്ക് ഒരു നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് കയറും, മറ്റൊരു നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടാണ്. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് സ്വിച്ചാണ്. എന്താണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ? സ്വിച്ച് എന്ന് പറയുമ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രിഡ്ജിൻ്റെ ഒരു അഡ്വാൻസ് രൂപമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. A switch is a multi-port bridge with a buffer and a design that can boost its efficiency. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടേ ഉള്ള ഒരു ബ്രിഡ്ജിനെങ്കിൽ ഒരു സ്വിച്ചിൻ്റെ കേസസിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ കൂട്ടി യോജിപ്പിക്കാൻ സഹായിക്കും. പിന്നെ സെയിം ആയിട്ടുള്ള പിന്നെ പ്രോട്ടോക്കോളിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം എ എന്ന് പറയുന്ന ലാൻ, ബി എന്ന് പറയുന്ന ലാൻ, സി എന്ന് പറയുന്ന ലാൻ, ഡി എന്ന് പറയുന്ന ലാൻ, അങ്ങനെ 4 ലാൻസുകൾ ഒരേ ടോപ്പോളജി, ഒരേ പിന്നെ റഫറൻസ് മോഡലിലും ഒരേ പ്രോട്ടോക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള സ്യൂട്ട് അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ ബ്രിഡ്ജ് പോരാ, സ്വിച്ച് വേണം. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി പോർട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ആവശ്യത്തിന് ബഫർ സ്പേസുകളുണ്ട് ഈ ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എക്സ്ചേഞ്ച് നടത്താനായിട്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബൂസ്റ്റ് ഇറ്റ്സ് എഫിഷ്യൻസി. അതിൻ്റെ ഒരു പ്രോപ്പർ ഡിസൈനിങ് കൊണ്ട് ലാർജ് നമ്പർ ഓഫ് പോർട്ടുകൾ ഉണ്ട്. പിന്നെ ലെസ് ട്രാഫിക്കും ഗുഡ് പെർഫോമൻസും അടങ്ങുന്ന ഒരു വളരെ ഗുഡായിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് ഒരു ഡാറ്റ ലിങ്ക് ലെയർ ഡിവൈസാണ്. കാരണം എന്താണ്? ഈ വരുന്ന ഡാറ്റ പാക്കറ്റിൻ്റെ മാക് അഡ്രസ്സ് പരിശോധിച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബ്രിഡ്ജിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ. ശരി, ഇനി സ്വിച്ച് ക്യാൻ പെർഫോം എറർ ചെക്കിങ്. ഇനി വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിന് എറർ ചെക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ്, ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ പറയത്തില്ലേ, പിന്നെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയത്തില്ലേ, പിന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ കണക്ക് ഒരു ഡാറ്റ പാക്കറ്റ് വരുമ്പോൾ സ്വിച്ചിന് ഒരു പരിധി വരെ എറർ ചെക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. കാരണം എന്താ? ഇതൊരു ഡാറ്റ ലിങ്ക് ലെയർ ഡിവൈസ് അല്ലേ. ഡാറ്റ ലിങ്ക് ലെയർ പിന്നെ സ്വിച്ചിൻ്റെത് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഓരോ പാക്കറ്റും പ്രഥമ ദൃഷ്ടിയെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഡെസ്റ്റിനേഷനിലേക്ക് വെറുതെ അയച്ചു കളയേണ്ട എന്തിനാണ്? അപ്പോൾ ഈ ഒരു ഗുണം സ്വിച്ചിനുണ്ട്. ഓക്കെ, ബിഫോർ ഫോർവേഡിങ് ദ ഡാറ്റ. അതുകൊണ്ട് ഇറ്റ് മേക്സ് മോർ എഫിഷ്യൻസി ഇൻ ഫോർവേഡിങ് പാക്കറ്റ്, ദെയർബൈ പ്രിവെൻറ്റിങ് ദ എറർ പ്രോൺ ഡാറ്റ. എറർ പ്രോൺ ആയിട്ട് വരുന്ന പാക്കറ്റിനെ ഒരു സ്വിച്ചിൻ്റെ അവിടെ വെച്ച് തന്നെ ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാതെ അവിടെ വെച്ച് തടയും. ഓക്കെ, അതാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ സെലക്റ്റീവ്ലി ഫോർവേഡ് ഗുഡ് പാക്കറ്റ്സ് ടു ദ കറക്റ്റ് പോയിന്റ്. കറക്റ്റായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഗുഡായിട്ടുള്ള എറർ ഫ്രീ ആയിട്ടുള്ള പാക്കറ്റ് മാത്രം വിടാനുള്ള കഴിവ് സ്വിച്ചിന് ഉണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. So switch divides collision domain of the host but broadcast domain remains. അപ്പോൾ പിന്നെ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊളീഷൻ പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഈ സ്വിച്ച് ചെയ്യുന്നത്. എന്നാൽ അതൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഡൊമെയിനാണ്. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് പല പാക്കറ്റുകൾ പല ഡൊമെയിനിൽ നിന്ന് വരുന്നെങ്കിലും അത് കൊളീഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റയെ കറക്റ്റായിട്ട് റൂട്ട് ചെയ്ത് വിടാനുള്ള ഇൻറ്റേർണൽ വയറിങ്ങും ഇൻറ്റേർണൽ ഹാർഡ്വെയർ സ്ട്രക്ചറും ഒക്കെ സ്വിച്ചിലുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 5ാമത്തെ ഡിവൈസാണ് റൗട്ടേഴ്സ്. റൗട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ഉയർന്ന ലെയറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസാണ്. റൗട്ടർ ഏത് ലെയറിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? റൗട്ടേഴ്സ് വർക്ക് ഇൻ ദ നെറ്റ്വർക്ക് ലെയർ, 3ാമത്തെ ലെയർ. അപ്പം ലെയർ 2 ഡിവൈസ് ഏതൊക്കെയാണ്? ബ്രിഡ്ജ്, സ്വിച്ച്. ബ്രിഡ്ജ്, സ്വിച്ച്, ലെയർ 2. ലെയർ 1 ഡിവൈസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ച ഹബ്ബ്, അതുപോലെ തന്നെ റിപ്പീറ്ററും ഹബ്ബും ലെയർ 1.
ഏതാണ് ലെയർ 2 ഡിവൈസ് അഥവാ ഡാറ്റ ലിങ്ക് ലെയർ ഡിവൈസസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ച സ്വിച്ചും ബ്രിഡ്ജും. ഓക്കെ, ഇനി ലെയർ 3 ഡിവൈസ് ഏതാണ്? അതാണ് റൗട്ടേഴ്സും നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ റൗട്ടർ ഈസ് എ ഡിവൈസ് ലൈക്ക് എ സ്വിച്ച് ദാറ്റ് റൗട്ട്സ് ഡാറ്റ ബേസ്ഡ് ഓൺ IP അഡ്രസ്. ഇവിടുത്തെ പരിശോധന എന്താ? വരുന്ന ഡാറ്റ പാക്കറ്റിനകത്ത് IP അഡ്രസ്സിനെ പരിശോധിക്കാൻ കഴിവുള്ള ഒരു ഡിവൈസാണ് റൗട്ടർ എന്ന് പറഞ്ഞാൽ. ഈ റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് ഒരു ഡാറ്റ പാക്കറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇത് അതിൻ്റെ അകത്തോട്ട് ഒരു 10 കണക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ 10 റൂട്ടിലോട്ടും നമ്മൾ നേരത്തെ കണ്ട ഹബ്ബ് ചെയ്യുന്നത് പോലെ വെറും ബ്രോഡ്കാസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുന്ന കണക്ക് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്. അല്ല, സ്വിച്ചിൻ്റെ അല്ല ഞാൻ പറഞ്ഞ ഹബ്ബിൻ്റെ കേസ്. ഹബ്ബ് ചെയ്യുന്ന പോലെ ബ്രോഡ്കാസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്. പകരം എന്താ ചെയ്യുന്നത്? റൗട്ടർ വരുന്ന പാക്കറ്റിനെ തുറന്നു നോക്കി അതിൻ്റെ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് അതിൻ്റെ IP അഡ്രസ്സ് പരിശോധിച്ചിട്ട് കറക്റ്റായിട്ട് ഏത് ഡെസ്റ്റിനേഷനിൽ പോകേണ്ടതോ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് റൗട്ടർ. അതിന് ഫിസിക്കൽ ഡാറ്റ ലിങ്ക് ആൻഡ് നെറ്റ്വർക്ക് ലെയർ ഉണ്ട്. അതിൽ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾസ് ആണ് റൗട്ടറിനകത്ത് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആൻഡ് ഇറ്റ് നോർമലി കണക്ട്സ് ലാൻസ് ആൻഡ് വാൻസ് ടുഗദർ. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഹെറ്ററോജീനസ് നെറ്റ്വർക്ക്സുകളെ കണക്ട് ചെയ്യും. നമ്മൾ ഇതുവരെ പഠിച്ച സ്വിച്ചും ഹബ്ബും ഒക്കെ എന്താ സ്വിച്ചും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതാ നമ്മൾ പഠിച്ചത് ബ്രിഡ്ജും എന്താ ചെയ്യുന്നത്? ഒരേ ടോപ്പോളജി, ഒരേ റെഫറൻസ് മോഡൽ ഉപയോഗിക്കുന്ന, ഒരേ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോക്കോൾസ് ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകളിൽ തമ്മിൽ മാത്രമേ ആര് കണക്ട് ചെയ്യൂ? സ്വിച്ചും ബ്രിഡ്ജും കണക്ട് ചെയ്യൂ. നേരെ മറിച്ച് റൗട്ടർ ആണെങ്കിൽ ഒരു ലാനും വാനും ഡിഫറെൻറ്റ് ടോപ്പോളജിയും ടെക്നോളജിയാണ്. ഹെറ്ററോജീനസ് എന്ന് പറയും. പല നേച്ചറിലുള്ള പലതരം നെറ്റ്വർക്കുകളെ കൂട്ടി യോജിപ്പിച്ച് ആ നെറ്റ്വർക്കുകളിലെ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് റൗട്ടർ ചെയ്യുന്നത്. ഈ റൗട്ടർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർനെറ്റിനകത്ത് ഡാറ്റ പിന്നെ അമേരിക്കയിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് അയക്കാൻ ഒക്കുന്നത്. ഇത്രത്തോളം റൗട്ടേഴ്സ് ലോകത്തുണ്ട്. അതിലൂടെയൊക്കെയാണ് നമ്മൾ അയക്കുന്ന ഡാറ്റ പാക്കറ്റ് സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഇനി റൗട്ടേഴ്സിനകത്ത് റൗട്ടിംഗ് ടേബിൾ ഉണ്ട്, റൗട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ പാക്കറ്റ്സിനെ റൗട്ട് ചെയ്ത് വിടുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇനി റൗട്ടേഴ്സ് ഡിവൈഡ് ദ ബ്രോഡ്കാസ്റ്റ് ഡൊമെയിൻസ് ഓഫ് ഹോസ്റ്റ് കണക്റ്റഡ് ത്രൂ ഇറ്റ്. അപ്പോൾ ഒരുപാട് നെറ്റ്വർക്കുകൾ ഇതിലേക്ക് റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. പലതരം ഇതാണ്. അപ്പോൾ ഈ ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഡാറ്റ പാക്കറ്റ് വരുമ്പോൾ ഒരുപാട് കണക്ഷൻസ് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് നോക്കി ഇത് കറക്റ്റ് റൂട്ടിൽ കൂടി മാത്രം ഈ ഡാറ്റ പാക്കറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ലാർജ് ബ്രോഡ്കാസ്റ്റ് ഡൊമെയിൻ പോലെ ഇൻറ്റേർണലി ഇരിക്കുന്നെങ്കിലും ഒരുപാട് പേര് കണക്ട് ചെയ്ത് ഏത് വഴി കൂടെ അയക്കാൻ വേണമെങ്കിൽ എല്ലാവർക്കും അയക്കാം എന്നുള്ള സ്ഥിതിയിൽ നിന്ന് കറക്റ്റ് റൂട്ട് നോക്കി വിടാനുള്ള കഴിവ് റൗട്ടേഴ്സിന് ഉണ്ട്. ഇനി അടുത്തത് ഗേറ്റ് വേ ആണ്. എന്താ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ? എ ഗേറ്റ് വേ ഈസ് അനദർ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസ്. ഇറ്റ് ഈസ് എ പാസേജ് ടു കണക്ട് ടു നെറ്റ്വർക്ക്സ് ടുഗദർ ദാറ്റ് മേ വർക്ക് അപ്പോൺ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിംഗ് മോഡൽ. ഇപ്പോൾ നമ്മൾ പറയുന്ന കണക്ക് ഈ 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് കണക്റ്റിംഗ് മോഡൽസിൽ പിന്നെ ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഗേറ്റ് വേസ് എന്ന് പറയുന്നത്. They basically work as a messenger agents that take data from one system, interpret it and transfer it to another system. ഒരു ലാർജ് റൗട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. റൗട്ടറിൻ്റെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വലിയ രൂപമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പാസേജ് ദാറ്റ് കണക്ട്സ് 2 നെറ്റ്വർക്ക്സ് ടുഗദർ. ലാർജ് നെറ്റ്വർക്കാണ്. ഇപ്പം ഇന്ത്യയിലെ ഒരു ഹോൾ ലാർജ് നെറ്റ്വർക്കും പിന്നെ സൗത്ത് ആഫ്രിക്കൻ പിന്നെ ഒരു ISP കമ്പനിയും തമ്മിൽ കണക്ട് ചെയ്യണം. നമ്മുടെ ഇൻ്റർനെറ്റിലെ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഡാറ്റ അടങ്ങുന്ന വയേഴ്സ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു ഗേറ്റ് വേ നമ്മൾ ഈ സമുദ്രത്തിനടിയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഡാറ്റ പാക്കറ്റ് പോകാനായിട്ട് അന്തരീക്ഷത്തിൽ കൂടെ മാത്രമല്ല ഡാറ്റ പാക്കറ്റ് പോകുന്നത്, കേബിൾ വഴി സമുദ്രത്തിനടിയിൽ കൂടെ പോകുന്നുണ്ട്. ഗേറ്റ് വേ ഉണ്ട്. അപ്പം അത് ആ കേബിൾ ഉത്ഭവിക്കുന്നത് ഒരു ഗേറ്റ് വേയുടെ ഒരു ഔട്ട്പുട്ടായിട്ടാണ് ഇന്ത്യയിൽ നിന്ന്. അതുപോലെ ഒരു ഇൻപുട്ടായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ റിസീവ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേബിൾ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലാർജ് ഡിവൈസ് സിസ്റ്റമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഗേറ്റ് വേസ് ഓൾസോ യൂസസ് പ്രോട്ടോകോൾ കൺവേർട്ടേഴ്സ് ആൻഡ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് നെറ്റ്വർക്ക്. ഇതേ നെറ്റ്വർക്ക് ലെയറിലാണ് പിന്നെ ഗേറ്റ് വേസ് ഉപയോഗിക്കുന്നത്. അത് പ്രോട്ടോകോൾ കൺവേർട്ടർ ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് തമ്മിലുള്ള
ആ ഒരു വേരിയൻസ് എന്താ പറയുന്നത്, രണ്ടുപേരും രണ്ട് ടെക്നോളജി അല്ലേ, ആ വ്യത്യാസത്തെ മറികടക്കാൻ വേണ്ടി സഹായിക്കുന്ന ആ കൺവേർഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടത്താൻ കഴിവുള്ള പ്രോട്ടോകോൾ കൺവേർട്ടേഴ്സ് നെറ്റ്വർക്ക് ലെയറിൽ പ്രവർത്തിച്ചിട്ടാണ് ഹെറ്ററോജീനസ് ലാർജ് നെറ്റ്വർക്ക്സ് തമ്മിലുള്ള ഡാറ്റ എക്സ്ചേഞ്ച് പോസിബിൾ ആവുന്നത്. ഓക്കെ, ഗേറ്റ്വേസ് ആർ ജനറലി മോർ കോംപ്ലക്സ് ദാൻ റൗട്ടേഴ്സ് ഓർ സ്വിച്ച്. സ്വിച്ചിനേക്കാളും വലുതാണ് റൗട്ടർ, റൗട്ടറിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ ലാർജ് റൗട്ടേഴ്സ് ആണ് ഗേറ്റ്വേ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസസ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ദാറ്റ്സ് ഓൾ.